കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, മീനച്ചിലാർ പല സ്ട്രെച്ചുകളിൽ കരകവിയുന്നുണ്ട്. അവിടെയും ആറന്മുളയ്ക്കും ഈ പറയുന്ന എന്താണ് ചെങ്ങന്നൂരിനും ഒക്കെ സമാനമായ സാഹചര്യം അല്ലെങ്കിൽ കൂടിയും അവിടെയും പ്രശ്നം കുറച്ച് സങ്കീർണമാണ്. ടോബി, അശ്മി, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം മീനച്ചിലാറിന്റെ ഒരു അവസ്ഥ കണ്ടിരുന്നു. ആ വെള്ളം മുഴുവൻ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി വരുവാണ്. അതോടൊപ്പം തന്നെയാണ് അവിടെ വെള്ളം കുറയുന്നില്ല. കാരണം കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം മീനച്ചിലാറിലേക്കും എത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാം താഴ്ത്തങ്ങാടി മേഖലയിലാണ്. അവിടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്ര ശക്തിയായിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കുമരകം, തിരുവാർപ്പ്, അതുപോലെ തന്നെ ചെങ്ങളം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ വലിയ തോതിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളിലും വെള്ളം കയറി അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഇതുപോലെ വലിയ ബസ്സുകൾ മാത്രമാണ് അവിടേക്ക് പോകുന്നത്. അല്ലാതെ മറ്റ് വാഹനങ്ങൾക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഇവന്നേ പാണമ്പടി. അവിടെ വെള്ളം കയറിയോ? വെള്ളം കയറി. എന്റെ പൊന്നിയേട്ടാ 2018 വെള്ളം കൂടുതൽ തോണേ. വെള്ളം കൂടുതലാണ്. വീട്ടിൽ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇപ്പം എല്ലാവരും കയറ്റി വിട്ടിട്ട് സാധനം എല്ലാം പൊക്കി വെച്ചിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത് മോളെ? എവിടുന്നാ? 15 കടവിന്നോ? വീട്ടിൽ മൊത്തം വെള്ളമാണോ? ഉടനെ കയറും. ഞങ്ങൾ ബാത്റൂമിൽ കയറി, അതുകൊണ്ടാണ് ഞങ്ങൾ പോരുന്നത്. കയറും. ഇപ്പൊ ഞങ്ങളിങ്ങനെ പോകുന്നപ്പോ 2018 വീട്ടിൽ വെള്ളം കയറിയായിരുന്നു. അത് നമ്മള് പുതിയതായിട്ട് വെച്ച വീടാണ്. പക്ഷെ ഞങ്ങൾ താമസിച്ച വീട്ടിൽ നിറച്ച് വെള്ളമായിരുന്നു. എന്റെ പേര് ശോഭന. ശോഭന ചേച്ചിയുടെ വീടാണ്. പുതിയ വീടായിരുന്നു എന്ന് പറഞ്ഞു. ചേട്ടാ, അവിടെ വെള്ളം ഉണ്ടായിട്ടോ? എല്ലാം വെള്ളം. ഉള്ളവരെല്ലാം പോന്നോ അവിടുന്ന്? 13 പേരും പലായനം ചെയ്തു. പിന്നെ അശ്മി, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ട് പോരുകയാണ്. ചേട്ടാ, എവിടെ വീട്? എവിടെ? 15 കടവല്ലേ? വെള്ളം കയറി മൊത്തം കയറിയിരിക്കുക. ഈ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വരുന്നു. വെള്ളം വരുന്നുണ്ട്. ഇനിയും വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. ഓരോ ദിവസം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുക. പ്രളയം പോയി ഭയങ്കര വെള്ളമാണ്. ഒരു രക്ഷയില്ല. ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പം എന്നാന്ന് കണ്ടറിയാൻ വരുന്നത് എന്നാന്ന്. അതാണ് അശ്മി, ഒട്ടും പ്രതീക്ഷിക്കാതെ, അതായത് വലിയ മഴ ഒന്നും കാര്യമായിട്ട് ഈ താഴ്ന്ന അതാണ് അവസ്ഥ. അത്രയധികം വെള്ളം ഉണ്ട്. പണ്ടുണ്ടായ പ്രളയ സമാന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ റാന്നി ടൗണിൽ തീപിടുത്തം എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡിനടുത്തെ കെട്ടിടത്തിലാണ് തീപിടിച്ചത്. മൊബൈൽ ടവർ ജനറേറ്ററാണ് തീപിടിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.